മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മുന്നിൽ ഒരു വലിയ ആൾക്കൂട്ടമാണ്. അത് കൂടുതലും പുതുതലമുറ തന്നെയാണ്. ഇപ്പോൾ വി എസിന് മുന്നിൽ നമ്മൾ കണ്ട ഒരാൾക്കൂട്ടമുണ്ട്. അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരാൾക്കൂട്ടമാണ് വി ഡി സതീശന് മുന്നിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ ജനപ്രിയനായി വി ഡി സതീശൻ മാറുന്നത്? 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം പിണറായിനോടുള്ള വെറുപ്പും വിരോധമാണ്. സത്യം, ഇത്രയും വെറുപ്പും വിരോധവും പിണറായിനോടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു പിണറായി ഫാനാണ്. കാരണം അങ്ങനെ ശക്തമായ അങ്ങനെ ചില എന്താ പറയുക, ഈ പറയുന്നതിന് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് ആളുകളെ പേടിപ്പിച്ച് നിർത്താനുള്ള ഒരു കാര്യങ്ങൾ നടത്താനുള്ള കഴിവ് അങ്ങനെയുണ്ട്. അതെങ്ങനെയെങ്കിലും അങ്ങനെ നടത്തിയെടുക്കും. അത് നടക്കാതെ പോയ 2 വിഷയം മാത്രമേ ഉള്ളൂ. ഒന്ന് ഈ കേരളയിൽ, രണ്ടാമത് PM ശ്രീ, അത് CPIയുടെ ഒരു അത് രണ്ടും അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ അതിനുള്ള വഴി അങ്ങനെ പ്രശ്നമില്ല, അങ്ങനെ നടത്തിയിരിക്കും. അതാണ് അങ്ങനെയുടെ രീതി. പക്ഷെ ജനങ്ങൾ അങ്ങനെ ഇഷ്ടമായിരുന്നില്ല. ഞാൻ വിചാരിച്ച് തുടർഭരണം കിട്ടിയപ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമായിരിക്കുന്നുണ്ടാവും. ഇത്രയും വെറുപ്പുണ്ട്. സതീശന് കിട്ടുന്ന അംഗീകാരം എന്ന് വെച്ചാൽ സതീശൻ ഈസ് ദ അതർ ഓഫ് പിണറായിയാണ്. പിണറായി എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇപ്പൊ പിണറായിയുടെ മുന്നിൽ ഇങ്ങനെ വിയർപ്പ് മുട്ടിയിട്ട് ജനം അത് ആഘോഷിക്കുകയാണ്. അവിടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അത് സതീശന് കിട്ടുന്ന ആക്സെപ്റ്റ്. സെക്രട്ടേറിയറ്റിൽ ചെല്ലുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലുന്നു, വീട്ടിൽ ചെല്ലുന്നു. അപ്പൊ എവിടെയും ആർക്കും കയറി ചെല്ലാം. ഈ പറയുന്ന കോൺവോയ് പോകുന്നതിനനുസരിച്ച് ജനങ്ങളെ തടഞ്ഞു നിൽക്കുന്ന പരിപാടിയില്ല, ജനങ്ങളെ പേടിപ്പിക്കുന്നില്ല. മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ളത് സൗമ്യമായി അവതരിപ്പിക്കാനുള്ളൊരു ശ്രമം. പിന്നെ ന്യൂ ജനറേഷനെ കണക്ട് ചെയ്യാൻ അങ്ങനെ അത് ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരത്തിലെല്ലാം എല്ലാ ജനറേഷൻസും അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. മന്ത്രിസഭയും ഭേദപ്പെട്ട മന്ത്രിസഭയാണ് ഇപ്പോൾ ചൂസ് ചെയ്ത്. ലീഗിന് വരെ മാറ്റം വന്നു. ഇതൊരു ഘടകമാണ്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ ഡൽഹിയിലൊക്കെ മൂപ്പരെ പിന്നാലെ തടിച്ചുകൂടെ വലിയ മുസ്ലിം പിള്ളേരാണ്. ഇത് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഒരു മുസ്ലിം ലീഗ് നടത്തിയ ഒരു മൊബിലൈസേഷൻ സതീശനെ ഉയർത്തി കാണിച്ചുള്ള അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടിയാണ് അത്. മൂന്നാമത്തെ കാര്യം വെച്ചാൽ കേരളം ശരിക്കും നടന്നത് എൻ്റെ ജീവിതകാലത്ത് കേരളത്തിൽ ഞാൻ കണ്ട വലിയ വിപ്ലവമാണ് ഈ ഗവൺമെൻറ് ചേഞ്ച്. ഇതൊരു വിപ്ലവമാണ്. ഇങ്ങനെ വിപ്ലവം നടക്കും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എന്നെ ഞെട്ടിച്ചു കളഞ്ഞ റവല്യൂഷനാണ്. ഞാൻ സത്യസന്ധമായിട്ട് പറയാം. കാരണം എൻ്റെ ജില്ലയായ കോഴിക്കോട് ജില്ല കോൺഗ്രസ് ഇല്ലാതായിട്ട് കാലം കുറേ. ഈ കോൺഗ്രസ് ഉണ്ടാക്കാൻ എൻ്റെ സ്കൂൾ കാലം തൊട്ടേ ഒന്ന് ശരിയാക്കി എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ബാലുശ്ശേരി ഇവരുടെ ഗ്രൂപ്പുകളി കൊണ്ട് ഇത് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് എൻ്റെ വീട്ടിൽ വരുന്ന നേതാക്കൾ മടക്കാൻ ഞാൻ പറയുകയാണ്. നടന്നില്ല. അങ്ങനെയൊക്കെ നിരാശനായിട്ടാണ് ഞാൻ പിന്നെ ആ പ്രസ്ഥാനം വിടുന്നത്. കോൺഗ്രസ് അവിടെ ഇല്ല, അത് സത്യമാണ്. അത് സിദ്ദീഖ് വന്നപ്പോൾ സിദ്ദീഖ് ഒന്ന് ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ഇടയ്ക്ക് സിദ്ദീഖ് നിർത്തിപ്പോയി. DCC പ്രസിഡൻ്റായിരുന്നു. ഇപ്പം പ്രവീണല്ല DCC പ്രവീൺ അത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ അപ്പുറമുള്ളൊരു വിജയമാണ് സത്യത്തിൽ. ബേപ്പൂര് തന്നെ ഈ പറഞ്ഞ അൻവർ അല്ല വേറൊരു നിയാസറ്റാണ് സ്ഥാനാർത്ഥിയാണ് ചിലപ്പോൾ ജയിച്ചു പോയതെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അൻവറിൻ്റെ ആളുകൾക്ക് ഒരു വിശ്വാസക്കുറവുള്ളതുകൊണ്ടാണ് അൻവറിന് ജയിക്കാതെ പോയത്. അപ്പോൾ ഇതൊരു റവല്യൂഷനാണ്. അപ്പോൾ ബാലുശ്ശേരി എന്ന CPM ആ രീതിയിലുള്ള കോട്ടയാണ്. അവിടെയാണ് 14 വോട്ടിനെ ചെറുപ്പക്കാരൻ ജയിച്ചിരിക്കുന്നത്. ബാക്കി ബാലുശ്ശേരി ഒന്ന് വെച്ച് ബാക്കി എല്ലാ കോഴിക്കോട് മണ്ഡലങ്ങളും കിട്ടുന്നു. കണ്ണൂർ, ഈ മട്ടന്നൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം വളരെ ചുരുക്കി പോകുന്നു. 15, 14, 20 എത്തുന്നു. അതുപോലെ സന്ദീപ് വാര്യയെ പോലെ ഈ സെൻട്രൽ കേരളയിൽ നിന്ന് പോയ ഒരാൾ കല്യാശ്ശേരിയല്ല തൃക്കരിപ്പൂര് പോലുള്ള മണ്ഡലത്തിൽ 14 വോട്ടിന് വിജയിക്കുന്നു. ഇത് അത്ഭുതമാണ്, വലിയ അത്ഭുതമാണ്. അതുപോലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്തെ മറ്റേ അൻവർ ഷാ പാലോടിൻ്റെ വിജയം വാമനപുരത്ത്. അപ്പം ഇത് ശരിക്കും ഒരു വിപ്ലവമാണ്. ഒരു വിപ്ലവത്തിന് ശേഷം ഉണ്ടാകുന്ന പിണറായി 2014 വന്ന വിപ്ലവമായിരുന്നില്ല. അത് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുള്ള സർക്കാരിൻ്റെ പെർഫോമൻസ് ഒന്നായിരുന്നെങ്കിൽ പോലും ഉണ്ടായി വന്ന കോൺഗ്രസ്സുകാരും അല്ലാത്തവരും ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു. ആ ആരോപണങ്ങളോട് ജനങ്ങൾക്കുള്ള റെസ്പോൺസ് ആയിരുന്നു. അന്ന് വളരെ ലൂസായ സിസ്റ്റത്തിനെതിരെ ഒരു ടൈറ്റ് സിസ്റ്റമായി പിണറായി വന്ന സമയത്ത് അത് വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അവിടെ പിണറായി VSനെ പിന്നിന്ന് കുത്തിയതൊന്നും വലിയ രീതിയിൽ ചർച്ചയായില്ല. അപ്പോൾ അങ്ങനെയാണ് മൂപ്പരുടെ അന്നത്തെ അവതാരം, എൻ്റെ പിന്നിൽ എനിക്കൊരു അവതാരങ്ങളില്ല എന്നൊക്കെയുള്ള സാധനം വന്നു. അതൊക്കെ വലിയ രീതിയിൽ ഏറ്റെടുക്കപ്പെട്ടു. കാരണം മറ്റേ മൊത്തം അവതാരങ്ങളായിരുന്നല്ലോ. പക്ഷെ പിന്നെ നമ്മൾ കണ്ട പല രീതിയിലുള്ള അവതാരങ്ങൾ നിറഞ്ഞാടുന്നതാണ്. അതായാലും വേറെ. പിന്നെ അവതാരങ്ങളെ മൂപ്പര് പുറത്താക്കിയ സമയത്ത് അവർ വേറെ പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്തു. അതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. പക്ഷേ ഇത് നമ്മൾ കാണുന്നത് ആ ഒരു പേടിച്ചരണ്ടിരുന്ന ജനത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അതാണ് സതീശന് കിട്ടുന്ന ഈ വലിയ ഒരു വിപ്ലവം കഴിഞ്ഞിട്ട് അവിടെ ജനനായകന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ആണ്. ഇത് 2014 പിണറായിക്ക് കിട്ടിയതല്ല. ഇത് വളരെ നാച്ചുറലായ സംഭവം. മുമ്പ് BSന് കിട്ടിയിരുന്നത്. പക്ഷേ BSൻ്റെ അന്ന് ആ ഗവൺമെൻറ് വന്ന് വേറൊരു ഗവൺമെൻറ് വരും നമുക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിനെ ഭരിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഈ ഗ്രൂപ്പ് കളിയും കാര്യങ്ങളും മുരളി ഒക്കെ ഉള്ള സംഭവം.
പക്ഷെ അതുപോലെ അല്ല ഇത്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, VS ഗവൺമെന്റ് വന്ന സമയത്ത് കോൺഗ്രസ് ഭയങ്കര ഗ്രൂപ്പായിരുന്നു. അതൊന്നാം ഗവൺമെന്റ് വരുന്നതായാലും ഉറപ്പായിരുന്നു. പിന്നെ VS ഉണ്ടാക്കിയൊരു ഹൈപ്പ്. ഇത് അങ്ങനെയല്ല. ഇത് ജനം ആലോചിച്ച് ഉറപ്പിച്ചൊരു തീരുമാനം വൈകാരികമായി തള്ളിച്ചേരുന്നു. അതാണ് സതീശന് കിട്ടുന്നത്. പിന്നെ സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം സതീശന് മാറ്റം ഉണ്ടാവുന്നില്ല. സതീശൻ കൂടുതൽ ജനകീയനാവുന്നു, കൂടുതൽ ഡൗൺ ടു എർത്ത് ആവുന്നു, മറ്റുള്ളവരെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പം അതുകൊണ്ട് ജനങ്ങൾ, അപ്പം നമ്മൾ വിചാരിച്ച് നമ്മൾ എന്ത് മനസ്സിലാഗ്രഹിക്കുന്നു ആ രീതിയിൽ നമ്മുടെ നായകൻ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ ആരാധന കൂടും. RSSകാർക്ക് മോഡിയോടുള്ള ആരാധന അങ്ങനെയല്ലേ? അവരെന്താണ് വിചാരിച്ചത് അതിൻ്റെ ഒരു ഇരട്ടി ഒരു പടി കൂടുതലായിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്നു. അവർ തിരിച്ചു കൊടുക്കും. അതാണ് RSSകാർക്ക് മോഡി എന്നുള്ള BJPക്കാരുള്ള ഈ ഒരു സ്നേഹം. അതാണ് ഇപ്പം സതീശൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ആ ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഞാനതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാർ സപ്പോർട്ട് അത് അവരുടെ ഒരു ഗതി. അവർ പുതിയ CPM സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളാണ്. പിന്നെ പിണറായി അവരെ പരിധി കൂടെ പരിഗണിക്കാതായപ്പോൾ അവർ തിരിഞ്ഞത്. പക്ഷെ അവർ സപ്പോർട്ട് ചെയ്തതെന്നുള്ളത് കൊണ്ട് നമ്മൾ ആ രീതിയിൽ അതിനെ കാണേണ്ടതില്ല. മുസ്ലിം സപ്പോർട്ട് മൊത്തം ജമാഅത്തെ ഇസ്ലാമി സപ്പോർട്ടൊന്നുമല്ല. അപ്പം അങ്ങനെ എനിക്കും ആ പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പം ഈ ലീഗ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കണ്ടപ്പോൾ എനിക്ക് പേടി മാറി. അപ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയിൽ നിൽക്കാൻ അവർ തയ്യാറല്ല എന്നുള്ള സൂചനയായിരുന്നു. തലേ തൊപ്പി വെച്ചിട്ടില്ല, അള്ളാഹുവിൻ്റെ നാമത്തിലല്ല. ഈ അള്ളാഹു എന്ന് വെച്ചാൽ ഇവിടെ മലയാളത്തിൽ ദൈവം തന്നെയാണല്ലോ. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവേ സെക്കുലറുമാണ്, എന്നാൽ എല്ലാവരും വളരെ ഇൻക്ലൂസീവായി പോകുന്നു. പിന്നെ ആനപ്പുറത്ത് കയറിയ ഒരു ഫീലുകൾ ഇയാൾക്കില്ല, അവർക്കില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതൊരു ജനങ്ങളുടെ ഒരു വിപ്ലവാനന്തര സമൂഹത്തിൽ ഉണ്ടാവുന്ന ജനങ്ങളുടെ വിജയാഹ്ലാദ പ്രകടനമാണ്. അത് ആ സ്കെയിൽ അങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ് സതീശൻ നേടുന്ന ഏറ്റവും വലിയ. അപ്പൊ കോൺഗ്രസിന്റെ ഒരു വളർച്ചയ്ക്ക് ഇത് സഹായകമാണ്. അതെനിക്കറിയില്ല അവരെങ്ങനെ വളരാൻ സഹായകരമാകും. പക്ഷെ അവർ ആ രീതിയിൽ പ്ലാൻ ചെയ്യണം. കോൺഗ്രസിന്റെ പ്രശ്നം വെച്ചാൽ പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഒരുത്തം പ്ലാൻ ചെയ്ത് മറ്റൊരു സപ്പോർട്ടേഴ്സ് ചെയ്യും. അപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന്. സതീശൻ കൺസോളിഡേറ്റ് ചെയ്തിട്ട് സതീശൻ കൊള്ളാവുന്ന ആളുകളെ വളർത്തിക്കൊണ്ടുവരും. ഇപ്പം സതീശൻ പലപ്പോഴും സതീശനാണെങ്കിൽ വേണുഗോപാലാണെങ്കിൽ നൃത്യ സ്ഥാനാർത്ഥികൾ പലപ്പോഴും കൊള്ളാവുന്ന ആളുകളായിരുന്നു. ചിലയിടത്ത് പാളിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ അൻവറിൻ്റെ ഒരു പാളി ഡിസിഷനാണ്. പിന്നെ ഘടകകക്ഷികൾ വലിയ പ്രശ്നക്കാരാണ്. ഇപ്പം രമ മന്ത്രിസ്ഥാനം വേണ്ടാന്ന് തോന്നുന്നു. രമ പറഞ്ഞ മന്ത്രിസ്ഥാനം കൊടുക്കുകയായിരുന്നു. രമ മന്ത്രിസ്ഥാനം വേണ്ടാന്ന് തോന്നുന്നു. അതുപോലെ മാണി സി കാമനും വലിയ എതിർപ്പൊന്നും കാണിച്ചിട്ടില്ല. അപ്പം കോൺഗ്രസിനെ അവർക്ക് വളർത്താൻ പറ്റും, പ്ലാൻ ചെയ്ത് വളർത്താൻ പറ്റും. വളർത്തുമ്പോൾ അടുത്ത ഘട്ടത്തിൽ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ CPM അത് കായികമായിട്ട് നിലവിലുള്ള അവരുടെ ഗുണ്ടാ സംവിധാനത്തെ ഉപയോഗിച്ചിട്ട് അതിനെ അടിച്ചമർത്തും. അപ്പോൾ അതിന് പോലീസ് സപ്പോർട്ടും ഭരണകൂടത്തിൻ്റെ സപ്പോർട്ടും കോൺഗ്രസുകാരുടെ സപ്പോർട്ടും കൂടി തിരിച്ചടിക്കാൻ പറ്റണം. 2 അടി തിരിച്ചു കിട്ടിയ പ്രശ്നമൊന്നുമില്ല. 2 അടി തിരിച്ചു കൊടുക്കാനാണ് കോൺഗ്രസുകാർക്ക് മടി. പിന്നെ പിണറായിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും കണ്ണൂരെ ഈ പറയുന്നതിൻ്റെ മാതിരി കണ്ണൂരെ പാർട്ടിയിലെ ഈ പറയുന്ന ആക്ഷൻ ലീഡ് ചെയ്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതേ മൂപ്പർക്ക് ബേസിക്കലി ഈ ആക്ഷൻ്റെ ഒരു സ്വഭാവം ബേസിക്കലി ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ തരം ആക്ഷനെയും മൂപ്പർ സപ്പോർട്ട് ചെയ്തത്. മൂപ്പര് ബുദ്ധിജീവികളോടൊക്കെ മൂപ്പർക്ക് വെറുപ്പായിരുന്നു. പല ബുദ്ധിജീവികളും മൂപ്പരത്തെ ബുദ്ധിജീവികളായ മൂപ്പർ അപമാനിച്ചു വിട്ടിട്ടുണ്ട്. ഒരാൾ പ്രസംഗം നടത്തിയ ഓർമ്മല്ലേ, ഒരു സതീശൻ നേരെ ഓപ്പോസിറ്റാണ്. സതീശന് ബുദ്ധിജീവികളൊക്കെ ബഹുമാനമാണ്. ബുദ്ധിജീവികൾ ശരിയായ ബുദ്ധിജീവികൾ. ബുദ്ധിജീവി എന്ന് പറഞ്ഞാൽ അതായത് താടി വെച്ച് നടക്കുന്ന ആളുകളല്ല. നിങ്ങൾ കേൾക്കണം, നിങ്ങളെ കൊണ്ടേ നിങ്ങൾ ഭയങ്കര സംഭവമല്ലേ. അങ്ങനെയുള്ള ആളുകൾ ശരിയായ ബുദ്ധിജീവികളെ സതീശന് വലിയ ബഹുമാനമാണ്. അതായത് ശരിക്കുള്ള ബുദ്ധിജീവികൾ നമുക്ക് ആവശ്യമുണ്ട്. കാരണം അവർ ആരും കാണാത്തത് അവർ കാണും. അവരൊന്നും കേട്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ പിന്നെ ഒരു തുണിസഞ്ചിയും മറ്റേ ഈ പറയുന്ന പോലെ ജുബയിൽ താഴെ നിങ്ങൾ ബുദ്ധിജീവി ആവില്ല.